നമുക്കറിയാം, അംഗനവാടി പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളർച്ചാ നിരീക്ഷണം. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ച കൃത്യമായി നിരീക്ഷണം നടത്തി പോഷൻ ട്രാക്കറിലേക്ക് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായി ഓരോ മാസങ്ങളിലും 100% വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന നിർദ്ദേശം. അതിൽ 80% കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് അനുവദിച്ചു വരുന്ന പോഷൻ ട്രാക്കറിലെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവിന് അർഹത നേടുകയുള്ളൂ. ഇതൊരു മാനദണ്ഡം മാത്രമാണ്. ഇത്തരത്തിൽ വളർച്ചാ നിരീക്ഷണം നടത്തി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന സമയം നിലവിൽ ഇത്തരത്തിലുള്ള ഒരു എറർ മെസ്സേജ് ടീച്ചേഴ്സിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം പോഷൻ ട്രാക്കറിൽ സക്സസ്ഫുള്ളി നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തടസ്സം നീങ്ങുന്നതിന് നമ്മൾ കുറച്ച് കാര്യം മനസ്സിലാക്കാനുണ്ട്. നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് 2 രീതിയിൽ നമുക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താം. ഒന്ന് കുട്ടികളുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ, അതായത് 3 to 6 ആണെങ്കിൽ ആ ലിസ്റ്റിൽ കയറി കുട്ടികളുടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുവഴി നമുക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ തന്നെ ഡാഷ്ബോർഡിലേക്ക് കയറി കൃത്യമായി മെഷറിംഗ് എത്രയാണ് പെൻഡിങ് ഉള്ളത്, കംപ്ലീറ്റഡ് എത്ര പേര് എന്നുള്ളത് ടീച്ചേഴ്സിന് കാണാൻ കഴിയും. അവിടെ പെൻഡിങ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം പെൻഡിങ് ആയിട്ടുള്ള ലിസ്റ്റ് കാണും. അതിൽ ടീച്ചർ ഉദ്ദേശിക്കുന്ന കുട്ടിയെ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഈ പേജിലോട്ട് എത്താൻ കഴിയും. ഈ ഭാഗത്താണ് ടീച്ചർക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താനുള്ള പേജ് വരിക. ഇവിടെ നമുക്ക് മുകളിൽ മുൻ റീഡിംഗ് ആയിട്ടുള്ള കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം കാണും. ഒപ്പം തനത് മാസത്തെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തുന്ന സമയം ടീച്ചറുടെ ഹൈറ്റും വെയ്റ്റും എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഹൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയം ടീച്ചർ കൃത്യമായി എൻട്രി വരുത്തിയില്ല എങ്കിലാണ് ഇത്തരത്തിലുള്ള റെഡ് മാർക്കിൽ എറർ വരിക. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായി ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഈ കുട്ടിയുടെ ഹൈറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉദാഹരണത്തിന് ഈ കുട്ടിയുടെ ഹൈറ്റ് 101.1 ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി ടീച്ചർ 101.1 എന്ന് മാത്രം അവിടെ രേഖപ്പെടുത്തുക. ഈ 101.1 കഴിഞ്ഞതിന് ശേഷം വീണ്ടും 00 എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിൽ റോങ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതേപോലെ വെയിറ്റ് എൻ്റർ ചെയ്യുമ്പോഴും 15 കിലോ ആണെങ്കിൽ 15 പോയിൻറ്റ്, ഒരു 1/2 കിലോ കൂടുതലുണ്ടെങ്കിൽ 15.5 എന്ന് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കണം. അവിടെ 5 കഴിഞ്ഞ് വീണ്ടും 0 ഇട്ട് കഴിഞ്ഞാൽ അവിടെ ന്യൂമറിക്കൽ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് 15.5 കിലോ ആണെങ്കിൽ 15.5 അവിടെ അവസാനിപ്പിക്കുക. 5 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 0 ചേർക്കുമ്പോഴാണ് നമുക്ക് എറർ മെസ്സേജ് വരിക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായി 15.5 ആണെങ്കിൽ 15.5, 17 ആണെങ്കിൽ 17.5 എന്നുള്ള രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വെയ്റ്റും അതേപോലെ തന്നെ ഹൈറ്റും സെൻറ്റിമീറ്ററിലാണ് 101.5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 101.5 എന്ന് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കണം. അവിടെ വീണ്ടും നിങ്ങളവിടെ 00 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്ത വാല്യൂ ഈ പോഷൻ ട്രാക്കറിലേക്ക് സേവ് ആവുകയില്ല. ഒപ്പം തന്നെ അവിടെ വളർച്ചാ നിരീക്ഷണം നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും വരിക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഈ മാസം മുതലുള്ള വളർച്ചാ നിരീക്ഷണം കൃത്യമായി നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താൻ. താങ്ക്